മലയാളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള കവി കെ സച്ചിദാനന്ദൻ സമീപകാലത്ത് നടത്തിയ ചില അഭിമുഖങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകൾ വലിയ വിവാദമായിട്ടുണ്ട്. സച്ചിദാനന്ദൻ മാത്രമല്ല, സാംസ്കാരിക രംഗത്തെ പലരും തങ്ങളുടെ ഉത്കണ്ഠകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് ഈ സാംസ്കാരിക രംഗത്തു നിന്നുള്ള ഈ മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ അനുരണനങ്ങൾ കേരളീയ സംസ്കാരത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച് നൽകുന്ന സൂചനകൾ, അതേക്കുറിച്ച് സംസാരിക്കാനാണ് ദാമോദർ പ്രസാദ് എത്തിയിരിക്കുന്നത്. ദാമോദർ, എനിക്ക് തോന്നുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഈ വിഷയമായിട്ടാണ് തോന്നുന്നത്. കക്ഷി രാഷ്ട്രീയപരമല്ല അത്. ഇപ്പോൾ സച്ചി മാഷെ പോലെ ഒരാൾ ദീർഘകാലം 70-കൾ മുതൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക രംഗത്ത് ഒരു പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം മാർക്സിസം അതുപോലെയുള്ള ആഗോള കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവുള്ള ആളാണ്. കേരളീയ സമൂഹത്തിൻ്റെ അടി മുതൽ മുടി വരെയുള്ള മേഖലകളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒരുപക്ഷെ വലിയ ദുരന്തത്തിലേക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയിലേക്ക് ഈ ഭരണ തുടർച്ച എത്തിച്ചേരും എന്ന് അദ്ദേഹം ഉത്കണ്ഠപ്പെടുന്നു. അത് സത്യത്തിൽ അത് എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു ഒരു പ്രസ്താവനയാണ്. അല്ല, വിശാല ഇടതുപക്ഷത്തിൻ്റെ കൂടെ കാലങ്ങളായിട്ട് കൂടെ നിൽക്കുകയും അതിൻ്റെ ഇടതുപക്ഷ സഹയാത്രികനായ കവി സച്ചിദാനന്ദൻ, എഴുത്തുകാരനും ബുദ്ധിജീവിയും ഒക്കെ സച്ചിദാനന്ദൻ മാഷ്, ഈ വിഷയത്തിലുള്ള ഗൗരവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേഹമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ തൻ്റെ ലോകാനുഭവങ്ങൾ വെച്ചുകൊണ്ടും താൻ എഴുത്തിലൂടെ ആർജിച്ച അറിവ് വെച്ചുകൊണ്ട് ഒരു സന്ദേഹം വാസ്തവത്തിൽ കേരള സമൂഹത്തിന് മുമ്പാകെയും ഇടതുപക്ഷ സമൂഹത്തിന് മുമ്പാകെയും ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന യുവജനത്തിന് മുമ്പാകെയും വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ആ സന്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരുപക്ഷെ ആ സന്ദേഹത്തിന് കാരണമായിട്ട് സോവിയറ്റ് തകർച്ചയും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദീർഘകാല അധികാരത്തിരിക്കുകയും വളരെ ഏകാധിപത്യ സ്വഭാവത്തിൽ അധികാരത്തിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട വലിയ അപജയങ്ങളും തിരിച്ചടികളും, അതിനുശേഷം നമ്മൾ കാണുന്നത് ബംഗാളിലും ദീർഘകാല അധികാരത്തിരിക്കും, അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ പോകാത്തല്ല അവിടെ പാടെ തകരുകയും ചെയ്യുന്നു. ത്രിപുര അനുഭവം, ഈ അനുഭവത്തെ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ടും നമ്മുടെ എല്ലാവരും മുമ്പിലുള്ള അനുഭവമാണ്. അതിൻ്റെ ആവർത്തനത്തെക്കുറിച്ചുള്ളൊരു ഒരു സന്ദേഹമാണ് അദ്ദേഹം. ഇത് പലരും പങ്കുവയ്ക്കുന്നതാണ്. കേരളം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPM-ൻ്റെയും CPI-യുടെയും ഒരു അവസാന തുരുത്തലക്കിൽ ഇവിടെയും ഇതുപോലെ ആഘാതം ഏൽക്കുകയാണെങ്കിൽ അത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പോൾ അത്തരമൊരു കാര്യം നമ്മുടെ മുമ്പ് അവതരിപ്പിക്കുകയാണ്. എഴുത്തുകാരൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളാണെന്നാണ് അദ്ദേഹം ഇത് പങ്കുവയ്ക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യം ഇതാണ്. അതായത് ദീർഘകാല അധികാരത്തിരിക്കുകയും അധികാര കേന്ദ്രീകരണത്തിലേക്ക് മാറുകയും അത് വ്യക്തി കേന്ദ്രീകരണത്തിലേക്ക് മാറും. അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. തികച്ചും വ്യക്തി കേന്ദ്രീകരണത്തിലേക്ക് മാറുകയും ആ കേന്ദ്രീകരണത്തെ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് അഴിമതി ആരോപണങ്ങൾ പലതുണ്ടാവുകയും അങ്ങനെ ജനബന്ധം പരിപൂർണ്ണം നഷ്ടപ്പെടുകയും ഒരുപാട് വികസനം തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗണനാ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും അങ്ങനെ ഒരു തരത്തിൽ ഈ 10 വർഷത്തെ അനുഭവത്തിന് ശേഷം ഇടതുപക്ഷം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു ഹിന്ദുത്വ വർത്തമാനങ്ങൾ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന കാര്യം ഈ സമീപകാലത്തുണ്ടായ ഈ ഒരു ഒരു കൺസോൾട്ടേഷനൊക്കെ ഭാഗമായിട്ടുള്ള CPM നേതാക്കളുടെയും മറ്റുമൊക്കെ തന്നെയുള്ള പ്രസ്താവനകളൊക്കെ തന്നെ വളരെ കൃത്യമായ സെക്യുലർ നിലപാടെടുക്കുന്ന, വളരെ ദീർഘകാല സെക്യുലർ നിലപാട് അടിയുറച്ചെടുക്കുന്ന സച്ചി മാഷെ സംബന്ധിച്ചിടത്തോളം അത് വേദനയുണ്ടാക്കിയിട്ടുണ്ടാവാം. അതിൽ നിന്ന് അത്തരം കാര്യങ്ങളാണ്, അതിൽ നിന്നൊരു വേദനയും കൂടിയാണ് ഇങ്ങനൊരു കാര്യം പറയിപ്പിക്കാൻ നിമിത്തമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു, ഞാൻ അദ്ദേഹത്തിൻ്റെ 2-3 ഇൻ്റർവ്യൂ വായിച്ചു, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഓഡിയോ കണ്ടു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ പേഴ്സണാലിറ്റി കൾട്ട് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാക്കും. അദ്ദേഹം ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിൽ പേഴ്സണാലിറ്റി കൾട്ട് ആ തരത്തിൽ വികസിച്ചു എന്ന്, റഷ്യയിലൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു മാരകമായ രൂപത്തിൽ വികസിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ റഷ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തെക്കുറിച്ചുള്ള പറയുമ്പോൾ ചില കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. ഈ സച്ചി മാഷിൻ്റെ ഇൻഎക്സ്പ്രസീവ് ഇൻ്റർവ്യൂ ഉണ്ട് സമീപകാലത്ത്, കഴിഞ്ഞ 9 മനോരമ വാരാന്ത്യപ്പുറത്തെ ഇൻ്റർവ്യൂ ആണ് കുറച്ചുകൂടി മൂർത്തമായി ഈ ഭരണ തുടർച്ചയെക്കുറിച്ചുള്ള കാര്യം പറയുന്നത്. മറ്റേത് പേഴ്സണാലിറ്റി കൾട്ട് എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റാലിനും മാവോയിട്ടൊക്കെയാണ് നമ്മൾ തുറന്നു പറഞ്ഞ പിണറായി താരതമ്യം. ആ താരതമ്യം അത്ര ശരിയാണെന്നെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാര്യം സ്റ്റാലിനും മാവൊക്കെ ഐഡിയോളജിക്കൽ പേഴ്സണാലിറ്റീസ് ആയിരുന്നു. അവർ തികച്ചും ഐഡിയോളജിക്കലായിട്ട് നിലപാടുള്ളവരായിരുന്നു, പ്രത്യയശാസ്ത്ര നിലപാടുള്ളവരായിരുന്നു, അടിമുടി കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പാർട്ടി കേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ വ്യക്തി കേന്ദ്രീകരണം നടത്തിയിട്ടുണ്ടായിരിക്കാം. അവരോട് അതുപോലെ തന്നെ സ്റ്റാലിനിസ്റ്റ് രാഷ്ട്രീയം, അതിൻ്റെ ബ്യൂറോക്രാറ്റിക് സമീപനം, പക്ഷേ അവർ ഐഡിയോളജിക്കൽ പേഴ്സണാലിറ്റി ആയിരുന്നു. അത്ര ഒരു ഐഡിയോളജിക്കൽ പേഴ്സണാലിറ്റിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം ലിബറൽ കാര്യങ്ങളോടൊക്കെ, അല്ലെങ്കിൽ ലിബറൽ സംവിധാനത്തോട്, അതുപോലെ മൂലധനത്തോടൊക്കെ തന്നെ, അതുപോലെ വികസനത്തോടൊക്കെ ഐക്യപ്പെടുകയും അതിനോടൊക്കെ സംഭാഷണം ഏർപ്പെടുകയും ചെയ്യുന്നൊരു നേതാവാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന പിണറായി വിജയൻ. അപ്പോൾ ആ നിലയിൽ ഐഡിയോളജിക്കലായിട്ടൊരു പൊസിഷൻ്റെ അകത്തുനിന്നല്ല. മാവോയും സ്റ്റാലിനൊക്കെ കൃത്യമായിട്ട് അത് രാഷ്ട്ര വരെ ഐഡിയോളജിക്കൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ഒരു ബൂർഷ്വാ നേതാവിൻ്റെ കൂടെ അങ്ങനെ ഒരു പിക്ചർ പോലും കാണില്ല.
പലപ്പോഴും സ്റ്റാലിൻ തന്നെ സ്വയം ആ കാലത്ത് നമ്മൾ പറഞ്ഞ സ്റ്റാലിൻ തന്നെ സ്വയം പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് തന്നെ പ്രചരിപ്പിച്ച് ചിത്രങ്ങൾ തന്ന ഫാക്ടറികളിൽ പോയി തൊഴിലാളികളോട് നിൽക്കുക, കർഷകരുടെ കൂടെ നിൽക്കുക, ഇതൊക്കെ മാവോ ഒക്കെ വളരെ ബോധപൂർവ്വം ചെയ്ത കാര്യം തങ്ങളുടെ ഐക്യം ആരോടാണ് എന്നുള്ള കാര്യം. നമ്മളങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അങ്ങനെ ചിത്രങ്ങൾ കണ്ടില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ അദ്ദേഹം പൗരപ്രമുഖരായിട്ട് അങ്ങനെ ഇപ്പോൾ സ്റ്റാലിൻ സ്ഥലം പൗരപ്രമുഖർ എന്നൊരു കാറ്റഗറി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു മാവോയിസ്റ്റ് സ്ഥലം അങ്ങനെ കാറ്റഗറി, ലോകത്തൊരു കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ കാറ്റഗറി ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഐഡിയോളജിക്കലായിട്ട് താരതമ്യമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എപ്പോഴും പാർട്ടി നേതൃത്വത്തിനും അധികാരം കേന്ദ്രീകരിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ശരിക്കും പാർട്ടി അധികാരത്തിലുള്ള ആളല്ല, മുഖ്യമന്ത്രി മാത്രമാണ്. പാർട്ടി സെക്രട്ടറിയൊക്കെയാണ് സാധാരണഗതിയിൽ അധികാരം കേന്ദ്രീകരിക്കുക. മിക്കവാറും പല സ്ഥലങ്ങളിലും ഷി ജിൻപിങ്ങിനൊക്കെ പോലെ എന്താ പറയുക, ചൈനീസ് പ്രീമിയറും പാർട്ടി ചെയർമാൻ ഒരാളായിരിക്കും. മാവോ അങ്ങനെയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പാർട്ടി സെക്രട്ടറി അധികാരം കേന്ദ്രീകരിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്കൊരു തീർച്ചയായും നമുക്കറിയാം അദ്ദേഹം പക്ഷേ ഒരു വളരെ ഒരു എന്താ പറയുക ഒരു സ്റ്റേച്ചർ നേതാവ് ഉണ്ടായിരിക്കാം, കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായിരിക്കും. പക്ഷേ MAV ഒഴിച്ചാൽ ഒരുപക്ഷെ കുടിയിരിക്കുന്നില്ലല്ലോ, മുഖ്യമന്ത്രിയൊപ്പം നിൽക്കുന്ന മറ്റു നേതാക്കളില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിലൊരു കേന്ദ്രീകരണമുണ്ട്. അദ്ദേഹത്തെ മറ്റു ഇതിലെല്ലാവരും മറ്റവരൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിനെക്കാളും ഒരുപടി താഴെയാന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൂടി അതിൻ്റെ അകത്തുണ്ടായിരിക്കാം. പക്ഷേ അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, ഈ ഭരണ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രീകരണം നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതില്ലാത്തതിന് കോൺഗ്രസിൻ്റെ ഒരു അയഞ്ഞ സ്വഭാവമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിയുടെ ജനാധിപത്യത്തിൽ ഉൾപാർട്ടി ചർച്ചകളും സംവാദങ്ങൾക്കും വേദി വേണം. നമുക്ക് PM ശ്രീയെക്കുറിച്ച് തന്നെ അറിയാവുന്നൊരു കാര്യം, PM ശ്രീ എന്ന് ഒപ്പിടുന്ന സമയത്ത് നമുക്ക് തലേദിവസം വരെ കേന്ദ്ര അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അതിനെക്കുറിച്ചുള്ള അറിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അത് ക്യാബിൻ ലെവലുള്ള കാര്യം. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പാർട്ടിയും കൂടി ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തതുപോലെ നമുക്കറിയാം, വൈസ് ചാൻസലറുടെ അപ്പോയിൻമെൻറ്റായി ബന്ധപ്പെട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി തീരുമാനം അതും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഗവർണറായിട്ട് ആലോചിച്ച് മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗം അങ്ങനെ വേണ്ടിയിരിക്കും. എങ്കിലും അതൊരു നിയതമായ പ്രാക്ടീസ് വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് തീരുമാനം എടുക്കുന്നതിലൊരു എന്താ പറയുക അതിൻ്റെ അകത്തൊരു അപ്പോൾ യഥാർത്ഥത്തിൽ സച്ചിമാഷയുടെ ഉത്കണ്ഠകളിൽ ചില വസ്തുതകളുണ്ട്. അധികാര കേന്ദ്രീകരണം, വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അത് കേരളത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാനിടയുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഉത്കണ്ഠ, അത് വസ്തുനിഷ്ഠതയുള്ളതാണ് എന്ന് തന്നെ പറയാം. ഉത്കണ്ഠ വസ്തുനിഷ്ഠതയുള്ളത് തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിന് ആത്മനിഷ്ഠ അനുഭവങ്ങളുണ്ടായിരിക്കും. അദ്ദേഹം ദീർഘ സാഹിത്യ അക്കാദമി ചെയർമാനായിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി സഹിച്ചറിൻ്റെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലായിട്ടുണ്ടാവും കാര്യം. കാലങ്ങളായിട്ട് ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന MAV കൈകാര്യം ചെയ്ത വകുപ്പാണല്ലോ. അപ്പോൾ AK ബാലന് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു സാംസ്കാരിക സ്വഭാവം സാധാരണ ഇടതുപക്ഷം വളരെ പ്രാധാന്യം കൊടുക്കുന്ന വകുപ്പ്. വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഏത് കാലത്ത് ഇടതുപക്ഷം വളരെ പ്രാധാന്യം കൊടുക്കുന്ന വകുപ്പാണ് സാംസ്കാരിക വകുപ്പ്. നമുക്കത് സഹിച്ചറിയാൻ അങ്ങനെ ഒരു സാംസ്കാരിക വകുപ്പിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു ദിശാബോധം ഒരു മന്ത്രിയല്ല. TK രാമകൃഷ്ണൻ്റെ കാലം മുതൽ എനിക്ക് നേരിട്ട് അറിയാം അവരെത്രമാത്രം അതിനകത്ത് ഫോക്കസ്ഡ് ആയിരുന്നു എന്നുള്ളത്. TK രാമകൃഷ്ണൻ എഴുത്തുകാരനായിരുന്നു. നമുക്ക് ഒരു നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. കല്ലിലെ തീപ്പൊരികൾ നോവൽ എഴുതിയിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ നേതാവായിരിക്കും തന്നെ വളരെ വായിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരാളാണ് TK രാമകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ പശ്ചാത്തലം മാറുന്നപ്പോൾ ഒരുപക്ഷെ സച്ചിദമാഷെ പോലുള്ള ആൾ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പിന്തുണ കിട്ടാതിരിക്കുകയും അങ്ങനെയുള്ളൊരു ആ സമ്പാദനമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ ആത്മനിഷ്ഠ അനുഭവങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ സാറ് ചോദിച്ചൊരു കാര്യം ശരിയാണ്. വസ്തുനിഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രതിസന്ധിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് CPM നേരിടുന്ന ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാനൊരു അതിൻ്റെ അകത്തൊരു കുറച്ച് ആൾക്കാരിലേക്ക് പാർട്ടി രാഷ്ട്രീയം ഒതുങ്ങുകയും അത് വേറെ രീതിയിൽ ഒരു കേന്ദ്രീകരണമായി മാറുകയും ചെയ്യുന്നത് ഒരു സമീപകാല ചരിത്രം പലരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഗുണകരമായിരിക്കില്ലെന്ന് ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ. അതായത് സച്ചിമാഷ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യം മൂന്നാം തവണത്തേക്ക് മാത്രം ഹ്രസ്വദൃഷ്ടിയായ CPM മാറുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ഇടതുപക്ഷം ഭാവിയും കേരളത്തിന് ഭാവിയും സച്ചിമാഷ. അതാണ് പുള്ളിയുടെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഒരു വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പാർട്ടി ആർക്ക് വേണ്ടിയിട്ടാണ്, ഭരണം എന്തിനു വേണ്ടിയിട്ടാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടുകൾ സാധാരണ ജനങ്ങളോട് അഭിമുഖമായിരിക്കണം എന്നുള്ളത്. അത് അങ്ങനെയല്ല എന്നുള്ളൊരു സൂചനയല്ലേ അപ്പോൾ അത്? തീർച്ചയായിട്ടും. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു സച്ചിമാനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് എനിക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ ഊഹം ശരിയാവാൻ സച്ചിമാനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സഹയാത്രയെ നയിക്കാൻ മാത്രമല്ല നമുക്ക് 90കൾ മുതൽ തന്നെ, അതായത് ഹിന്ദു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ ബാബർ മസ്ജിദ് ആ കാലഘട്ടം മുതൽ തന്നെ
ശക്തമായി തുടങ്ങിയ സമയത്ത് അതിനെതിരെ ശക്തമായിട്ട് സാംസ്കാരിക നിലപാടെടുത്ത ഒരാളാണ് സച്ചി മാഷ്. ദീർഘമായി അതിനെക്കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും പ്രഭാഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് കവിതകൾ എഴുതുകയൊക്കെ ചെയ്തപ്പോൾ ആ നിലയിൽ ഒരു സാംസ്കാരിക പ്രവർത്തനം അതിനെതിരെ, അതായത് ഈ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെ പ്രവർത്തിച്ച എം.എൻ. വിജയനൊക്കെ പോലെ തന്നെ വളരെ രീതിയിൽ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് സച്ചി മാഷ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സച്ചി മാഷ് ഈ സമീപകാലത്ത് നമ്മൾ കേരളത്തിൽ ഒരിക്കലും കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയ ഒരു സ്വഭാവം, സ്വരങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നുണ്ടാവും. പ്രത്യേകിച്ച് വളരെ മുതിർന്ന, അത് ഞാൻ വെള്ളാപ്പള്ളിയുടെ കാര്യം, വെള്ളാപ്പള്ളി തീർച്ചയായും CPM ഭാഗമല്ല, പക്ഷേ വളരെ മുതിർന്ന AK ബാലനെ പോലൊരു ആളിൽ നിന്ന് പോലും ഈ രീതിയിലൊരു പ്രസ്താവന ഉണ്ടാകുന്നതൊക്കെ നമ്മളെ പലരും വിമർശിച്ചിട്ടുണ്ട്. സച്ചി മാഷെ പോലെ ആൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അദ്ദേഹം ആ സെക്യുലർ പ്ലാറ്റ്ഫോമിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അപ്പോൾ ആ സെക്യുലർ നിലപാട് ദേശീയ തലത്തിൽ തന്നെ ലീഡർഷിപ്പ് പൊസിഷൻ എടുത്തുള്ള ആളാണ്. അങ്ങനെ കൃത്യമായി അപ്പോൾ അദ്ദേഹത്തിന് അത് വലിയ വേദന സൃഷ്ടിച്ചിട്ടുണ്ടാവും. ആ വേദനയും കൂടി ഉണ്ട്. എനിക്ക് കഴിഞ്ഞ NSPress ഇൻ്റർവ്യൂവിന് വ്യത്യസ്തമായിട്ട് ഈ മനോരമ ഇൻ്റർവ്യൂവിൽ എത്തുമ്പോൾ ആ വേദനയും കൂടി എൻ്റെ അകത്ത് പ്രതിഫലിച്ചെന്നാണ് എൻ്റെ തോന്നൽ. വേറെ ഒരു കാര്യം, ഈ എഴുത്തുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അധികാരത്തിനെ അതൊന്നും ബാധിക്കില്ല, എഴുത്തുകാർക്ക് എന്ത് പ്രസക്തി എന്ന മട്ടിലുള്ള ചില ആർഗ്യുമെൻറ്റുകൾ, അതൊക്കെ ബുദ്ധിജീവികൾ അവരുടെ വഴിക്ക് പോട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് കാര്യങ്ങൾ നടത്താൻ അറിയാം. സത്യത്തിൽ ബുദ്ധിജീവികൾക്ക്, എഴുത്തുകാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക് ഒരു റോളും ഇല്ലേ നമ്മുടെ മണ്ഡലത്തിൽ? നമ്മളൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് പഴയക്കോട് മാഷ് M.N. വിജയൻ, ഒരുപക്ഷെ M.N. വിജയൻ മാഷായിരിക്കും ആ നിലയ്ക്ക് അവസാനം രാഷ്ട്രീയ പാർട്ടിയോ അധികാരത്തെ ആ നിലയ്ക്ക് വെല്ലുവിളിച്ചൊരു ദൈഷ്ണിക എന്നെനിക്ക് തോന്നുന്നു. പഴയക്കോട് മാഷൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വാധീനം ഇന്നത്തെ എഴുത്തുകാർ, ബുദ്ധിജീവികൾക്ക് ആ നിലയിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രണ്ട് കാര്യമൊന്നും അവരുടെ നിലപാടില്ലാത്തതുകൊണ്ടല്ല, അത് ഇന്നത്തെ മാധ്യമ സ്വഭാവം മാറി, സോഷ്യൽ മീഡിയ കടന്നു വന്നു, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എൻ്റെ കത്തുനിന്ന് വളരെ ഒരു നിലവാരമില്ലാത്ത ഉപരിപ്ലവമായൊരു ലോകത്തിൽ മാറി. M.N. വിജയൻ മാഷും അഴീക്കോട് മാഷൊക്കെ ജീവിച്ചൊരു കാലം വളരെ വ്യത്യസ്തമായ ജീവിതമാണ് നമ്മുടെ ഉള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എഴുത്തുകാരിൽ തന്നെ പ്രമുഖരായിട്ട് പല ആൾക്കാരും തന്നെ നിലപാടുകളിൽ അവർ ഒരു പ്രധാനപ്പെട്ട സമയത്ത് നിലപാടെടുക്കുന്ന സമയത്ത് നിലപാടെടുക്കാൻ വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ അതിന് അകന്നു പോവുകയോ പലപ്പോഴും നിലപാട് പറയാൻ മടിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ എപ്പോഴും നമ്മുടെ ഒരു പാരമ്പര്യം വെച്ച് നമ്മൾ എടുക്കുന്നത്, അത് നമ്മുടെ സഹോദരനായി മുതൽ നമ്മൾ കാണുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയാണെങ്കിലും VT ഭട്ടതിരിപ്പാടാണെങ്കിലും നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ ബുദ്ധിജീവികൾക്ക് കക്ഷി രാഷ്ട്രീയത്തെ അതീതമായിട്ട് നിലപാടെടുക്കുന്ന പ്രതീക്ഷിക്കുന്നത് നമ്മൾ. അതാണ് എപ്പോഴും നമ്മൾ എന്തുണ്ടാകുമ്പോഴും ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളുണ്ടാവില്ല, നമ്മൾ ചോദിക്കുന്ന ബുദ്ധിജീവികൾ നിലപാടെടുത്തില്ല. എന്തുകൊണ്ട് ആ നിലപാട് പറയുന്നതിന് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അവരുടെ ഭാഗത്ത് കേരളത്തിന് മനസാക്ഷിക്ക് ആവശ്യമായൊരു മറുപടി എൻ്റെ അകത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് പലപ്പോഴും കേരളത്തിലെ ബുദ്ധിജീവികളുടെ ഭാഗത്ത് സമീപകാലത്ത് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവരുടെ വിലയിടിയാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ സച്ചി മാഷ് ആ നിലയിലൊരു വലിയ പ്രതികരണം നടത്തുമ്പോൾ ഒരുപക്ഷെ അതും കൂടി തിരിച്ചു പിടിക്കുകയാണ് കേരളത്തിൽ. അതിനൊരു വേറൊരു ആംഗിൾ കൂടി ഉണ്ട്. ഇപ്പം M. മുകുന്ദൻ ഈയിടെ ഒരു പ്രസംഗം നടത്തിയത് ഞാൻ കേട്ടു. ഞാൻ പ്രസംഗം കേട്ടില്ല, അതിനെ വായിച്ചു. അധികാരത്തിലുള്ള ഈ കക്ഷികളെ, അധികാരത്തിൻ്റെ ഭാഗത്തായിരിക്കുന്ന ആളുകളെ എഴുത്തുകാരൻ പാടി പുകഴ്ത്തേണ്ടതാണ് എന്ന മറ്റുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആ ഒരു നിലപാടിലേക്ക് പോകാൻ എന്തായിരിക്കും? അല്ല, M. മുകുന്ദനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു ദീക്ഷണാശാലിയായിട്ടുള്ളൊരു എഴുത്തുകാരനായിട്ട് ഒരു കാലത്ത് നമ്മൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ OV വിജയനോ അല്ലെങ്കിൽ സച്ചിദാനന്ദനൊക്കെ പോലെ എഴുത്തുകാർ വളരെ രാഷ്ട്രീയമായിട്ട് ഉൾക്കാഴ്ചയുടെ. M. മുകുന്ദൻ മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനാണ്, ഒറിജിനലായിട്ട് എഴുത്തുകാരനാണ്. പക്ഷേ അദ്ദേഹം ദൈഷ്ണ്യമായിട്ട് അങ്ങനെ അഭിപ്രായം പറയുകയോ അങ്ങനെ ഉൾക്കാഴ്ച അഭിപ്രായം പറയുന്നതായിട്ട് നമുക്കറിയില്ല. എഴുത്തിൽ അദ്ദേഹത്തിൻ്റെ അതായത് ഒരു നോവലിസ്റ്റ് നിലയും ഒരു കഥാകാരൻ നിലയ്ക്ക് M. മുകുന്ദൻ്റെ സ്വത്വം ഒരു ചിന്തക നിലയ്ക്ക് രണ്ടാണ്. അപ്പോൾ ആനന്ദനെ പോലെയോ അല്ലെങ്കിൽ ഞാൻ OV വിജയൻ പ്രത്യേകിച്ച് അവരെടുക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോ നമ്മൾ കണ്ടില്ല. അതുകൊണ്ടായിരിക്കും ആളുകൾ അതിനെ പൂർണ്ണമായിട്ടും പണ്ട് VS അച്യുതൻ മുഖ്യമന്ത്രിയായ സമയത്ത് മൂന്നാറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്ത് അദ്ദേഹം ദിനോസർ എന്ന കഥയൊക്കെ എഴുതുകയും വന്ന് അങ്ങനെ അദ്ദേഹം പല ഘട്ടത്തിലും അങ്ങനെയാണ് നരേന്ദ്രമോദി പുകഴ്ത്തണമെന്നാണ് പറഞ്ഞർത്ഥം. കേരളം സംസ്ഥാനം എന്ന് പറയുന്ന ഒരു ആ നിലയ്ക്ക് ഇന്ത്യയിൽ ചെറിയ സംസ്ഥാനമാണല്ലോ. അപ്പോൾ പറയുന്നത് നരേന്ദ്രമോദി പുകഴ്ത്തി അല്ലെങ്കിൽ അതേപോലെ വനപരിഷ്കാരങ്ങളെയും ഈ നിലപാടുകളെയും ഒക്കെ പുകഴ്ത്തണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരാംശം. അല്ല, ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ ചില സമയങ്ങളിൽ വലിയ തോതിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോഴിക്കോട്ട് KLFൻ്റെ സമയത്ത് MT വാസുദേവൻ അദ്ദേഹം വളരെ അവശനായിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു പ്രസംഗം വായിച്ചു. ആ പ്രസംഗം ഉണ്ടാക്കിയ അനുരണനങ്ങൾ ഇന്നും എനിക്ക് തോന്നുന്നു മലയാളികൾ ഓർക്കുന്നുണ്ടെന്ന്. അപ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഡീപ്പായിട്ടുള്ള ചില ഒരു ബന്ധം സമൂഹമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. MT സംബന്ധിച്ചിടത്തോളം MT പറയുന്നൊരു കാര്യം വളരെ പ്രധാനമായിട്ടായിരുന്നു. പക്ഷേ MT നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ നമ്മുടെ അദ്ദേഹം അപൂർവമായിട്ട് ഇടപാട് സഹയാത്രികൾക്ക് രാഷ്ട്രീയ നിലപാട് പല കാലഘട്ടങ്ങളും പല രാഷ്ട്രീയ നിലപാടുകൾ പറയുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ്. MT അങ്ങനെ കൺസിഡർ നിലപാടില്ല. MT പക്ഷേ വളരെ അപൂർവമായിട്ട് നമുക്കറിയാവുന്ന ആദിവാസി മുത്തങ്ങ ആ സമയത്ത് നിലപാടെടുത്തു. പിന്നെ പഴയ ആണവ സമരത്തിന് അദ്ദേഹം സമരത്തിന് പോയിരുന്നു. നോട്ട് നിരോധന സമയത്ത് അദ്ദേഹം നോട്ട് നിരോധന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ അദ്ദേഹം പറഞ്ഞു.
പിന്നെ അവസാനം. പക്ഷെ നമ്മൾ കണ്ടൊരു കാര്യം, മുത്തങ്ങ സമയത്താണെങ്കിലും അതിന് ആവണ സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിച്ചപ്പോൾ ഈ KLF-ന്റെ വേദിയിൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അതുപോലെ നോട്ട് ചെയ്യുന്ന സമയത്തും ആ ബന്ധപ്പെട്ട പാർട്ടി അണികൾ നിശിതമായി ഏറ്റവും മോശമായ രീതിയിൽ സമൂഹം അതിൽ MT വാസുദേവനെ പോലെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഇത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടല്ല, കേരളത്തിൽ പ്രവണത എന്ന് പറയുന്നത് സോഷ്യൽ, അതാ പറഞ്ഞത് നമ്മൾ MN വിജയനും മാഷും അതുപോലെ തന്നെ ഇവരൊക്കെ ജീവിച്ചൊരു കാലഘട്ടത്തല്ല. ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വിവരമില്ലാത്ത, ഒരു വസ്തു വായിക്കാത്ത, ഒരു ധാരണയില്ലാത്ത, ഒരു ചുക്കും അറിയാത്ത MN വിജയൻ മാഷ് എന്താ എഴുതുന്നോ അല്ലെങ്കിൽ എന്താ പറയുക അടികളെന്ന് വിളിക്കുന്ന സലതം വിശ്വരി അടികളെന്ന് വിളിക്കുന്ന യാതൊരു ധാരണയില്ലാത്ത ആൾക്കാർക്ക് എന്തും വിളിച്ചു പറയാം, എന്തും എഴുതാം, ആക്രമിക്കാം. അതിന് കാരണം എന്തറിയോ? ഇതേ നിലവാരമാണ്. ഇതേപോലെ കുറേ സാംസ്കാരിക എഴുത്തുകാരുണ്ട് ദൈഷ്ണികമായിട്ട് വളരെ പരമദരിദ്രരായിട്ട്. ഏത് എഴുത്തുകാരനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ആൾ സച്ചിദാനന്ദൻ്റെ മുടിയെക്കുറിച്ച് പറഞ്ഞായിട്ട്, അത് സച്ചിദാനന്ദൻ്റെ മുടിയും അദ്ദേഹത്തിൻ്റെ എഴുത്തും തമ്മിൽ എന്താ വന്നിരിക്കുക? അല്ല, അതൊക്കെ നമ്മൾ കാണുന്ന കാര്യത്തിന് ആ മാനസിക നിലവാരത്തിൻ്റെ അവസ്ഥയാണ്. ആ മാനസിക നിലവാര അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അരിപ്പുറത്തിനും പിൻപാമ്പുറത്ത് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അടിമവസ്ഥയ്ക്ക് അകത്തുള്ള ജീവിതം, കാര്യം അവർ അടിമകളാണ്. അപ്പോൾ അവർ മറ്റുള്ള അടിമകളാണ് അടിമവസ്ഥയ്ക്ക്. അപ്പോൾ അവരുടെ ചിന്തയും അവരുടെ ബുദ്ധിയും ബോധമൊക്കെ തന്നെ ആ നിലയ്ക്ക് വളരെ സംഗീതവും പരിമിതമായതുകൊണ്ട് അവർ ഇതുപോലെ വലിയൊരു ലോകം, വലതുപക്ഷ ബോധ്യങ്ങളാണത്. ഈ വലതുപക്ഷ ലോകം, അതിന് ഇടതുപക്ഷത്തിൻ്റെ പേരിൽ നിന്നൊക്കെ പറയുമ്പോഴും ഈ വലതുപക്ഷ ലോകം ഇന്ന് സാമൂഹ്യ മാധ്യമം വളരെ ഫ്യൂഡലായിട്ടുള്ളൊരു കാഴ്ചപ്പാടായി. അതിനെ ഫ്യൂഡൽ എന്ന് വിളിക്കാൻ, ഫ്യൂഡൽ എന്ന് അപകടം മാടമ്പികളുടെ ഒരു വലതുപക്ഷം രാഷ്ട്രീയമാണ്. ഇന്ന് ലോകത്ത് ട്രംപൊക്കെ പ്രധാനം ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ട്രൂത്തിൽ ട്രംപിൻ്റെ ട്രൂ സോഷ്യലും ട്രംപിൻ്റെ അനുയായികൾ തന്നെ ചെയ്യുന്നത്. അതൊക്കെ ഇതേതാണ്ട് ഒരേ വംശത്തിൽപ്പെട്ട ആൾക്കാർ. ഈ വംശജർ, നമ്മളിന് വലതുപക്ഷ വംശജർ, നവവലതുപക്ഷ വംശജർ എന്ന് വിളിക്കണം. ഇങ്ങനെ വിഭാഗം എല്ലാ സ്ഥലത്തുണ്ട്. ഒരു വായനയില്ല, ഒരു ചിന്തയില്ല, സ്വന്തമായിട്ട് ആലോചിക്കാൻ ശേഷിയില്ല, ഒരു ഭാഷയില്ല. ഇങ്ങനെ ഒരു പറ്റം ആൾക്കാർ ഇറങ്ങി ഇങ്ങനെ കൂവുക. അവർക്ക് അവരെ സ്ഥലത്ത് ഇങ്ങനെ ഊരുക. ആ കൂവലും ഊരിൽ ആൾക്കാർ പറയാം. അത് കൈയടിക്കാൻ അതേപോലെ കുറേ സത്യം പറഞ്ഞാൽ അതേ നിലവാരമില്ലാത്ത കുറേ ആൾക്കാർ വേറെയുണ്ട്. പക്ഷേ സാംസ്കാരിക രംഗത്ത് യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് രണ്ട് തലത്തിൽ കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. ബംഗാൾ ഫോർ എക്സാമ്പിൾ, ബംഗാളിൽ ഈ വലിയ നിയോ ലിബറൽ പോളിസീസിൻ്റെ ഭാഗമായിട്ട് സിംഗൂരിൽ അതുപോലെ നന്ദിഗ്രാമിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ മഹാശ്വേത ദേവി അടക്കമുള്ള എഴുത്തുകാർ പുറത്തു വന്നപ്പോൾ അതുണ്ടാക്കിയ ഒരു എന്താ പറയുക സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇരമ്പൽ അത് വളരെ കൂടുതലായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ മഹാശ്വേതയുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, മഹാശ്വേതദേവി വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. സ്വന്തം ബംഗാളിൽ അവരുടെ നിലപാടുകൾ ഇടതുപക്ഷം വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കിയ ഒരു അവിടുത്തെ ഇടതുപക്ഷം അങ്ങനെ ഇതുണ്ട്, കാര്യം ബഹുമാനപൂർവ്വമായിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഈ പറഞ്ഞ ഈ വിഭാഗം ഉണ്ടല്ലോ, ഇത് മഹാശ്വേത ദേവി ലുംബൻ, ശരിയായ ലുംബൻ എന്നെങ്കിൽ അത്രയും ആ ലുംബനായിട്ടുള്ള ആൾക്കാർ ഈ മഹാശ്വേതദേവിയും കേരളത്തെ ആക്രമിച്ചിട്ടുണ്ട്. സാർ ആലോചിച്ചാൽ TP ചന്ദ്രശേഖരൻ്റെ പദവുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലും അദ്ദേഹം മഹാശ്വേതയെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ സ്ഥിരം സ്റ്റൈലിയാണ്. കാര്യം ഈ ലുംബനിസത്തിലാണ് ജീവിക്കുകയും അതിൽ നിന്നാണ് അവരുടെ ഈ സ്വയം ആർജിച്ചതും. അവരെന്നീ സ്വത്ത് ആർജിച്ചത് ഈ ലുംബനിസം കൊണ്ടാണ്. പിന്നെ അവരെ സംബന്ധിച്ചുള്ള പക്ഷേ ഈ കാഴ്ചപ്പാട് ഒരു മുഖ്യധാര കാഴ്ചപ്പാടാവുമ്പോഴാണ് ഇടതുപക്ഷം തീർന്നിരിക്കുന്നത്. അല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നില്ല ഇത്. ഇടതുപക്ഷം സാംസ്കാരിക പ്രവർത്തനത്തെ ഗൗരവമായിട്ട് കണ്ടിരുന്നൊരു പ്രസ്ഥാനമാണ്. അത് പൂർണ്ണമായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ അകത്തൊരു ഇതിനൊരു വ്യാജ സ്വഭാവം ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് CPM പറഞ്ഞൊരു കാര്യം, എല്ലാ വീടുകളിലും കയറി അവർ കേൾക്കും. അത് വിമർശനമാണ്, നിശ്ചിതമായ വിമർശനമാണെങ്കിൽ കേൾക്കുകയും അത് മനസ്സിലാക്കാൻ ചെയ്യുന്നതാണ്. വളരെ ശരിയായ നിലപാടാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടാണത്. അതൊരു ശരിയായ പോസിറ്റീവ് നിലപാടാണ്. അത് പ്രതിപക്ഷത്തിരിക്കും ഭരണപക്ഷത്തിരിക്കുമ്പോൾ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടാണ്. അങ്ങനെ പറയുമ്പോഴും നമ്മൾ കണ്ടൊരു കാര്യം, ഈ ഗൃഹസന്ദർശനം പോലെ തന്നെ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകൻ, ഒരു എഴുത്തുകാരൻ, വളരെ കേരളം ആദരിക്കുന്ന എഴുത്തുകാരൻ അഭിപ്രായം പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം, CPM നേതൃത്വം അതിനോട് വളരെ പോസിറ്റീവായി റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ ഒഴിക്കുകയും എന്നാൽ അണികളെയും ഇതുപോലെ കുറേ ഈ ഫ്യൂഡൽ ആൾക്കാരെയും ഫ്യൂഡൽ അവശിഷ്ടങ്ങളെയും ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ആക്രമണം അഴിച്ചു വിടുക. അപ്പോൾ ഈ ദ്വിമുഖ സ്വഭാവം കാണാൻ പറ്റും. ഒരു ഭാഗത്ത് നേതാക്കൾ വളരെ ഇതിന് ഉൾക്കൊള്ളുന്ന രീതിയിൽ പെരുമാറുക, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു പറയാം, ഞങ്ങളതിന് അതേസമയം ഒരു അണികൾ അഴിച്ചു വിട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന പോസ്റ്റിൽ സച്ചിമാഷ് ആദ്യത്തെ പോസ്റ്റിൽ താൻ കൊല ചെയ്യപ്പെടുമോ എന്ന് സംശയിക്കുന്നതായി കാണുകയും പിന്നീട് ആ പോസ്റ്റ് തിരുത്തുകയും താൻ അതിജീവിക്കുമെങ്കിലോ എന്ന് എഴുതുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എഴുത്തുകാരനെ പറയാൻ പ്രേരിപ്പിക്കുന്നു? ഭീഷണി നമുക്കറിയാമോ, സക്കറിയും ഇതുപോലെ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ആക്രമിക്കപ്പെട്ടപ്പോഴും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും? ഇത്ര ലുംബനിസമാണോ കേരളത്തിൽ മുഖ്യധാരയായി മാറേണ്ടത്? ഈ ലുംബനിസം തിരുത്താൻ സാധിക്കുക? ഈ ലുംബന്മാരാണോ, ഈ ലുംബൻ ചിന്തയാണോ കേരള ഇടതുപക്ഷ ചിന്ത? അത് ആലോചിക്കേണ്ട കാര്യം. ഇവരാണോ ഭരിക്കുന്നത്? ഈ ചിന്തയാണ് ഭരിക്കണമെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷമല്ല,
കേരളത്തിൻ്റെ ഭാവിക്ക് തന്നെ പ്രശ്നമാണ്. അല്ല, ഈ നിലയ്ക്ക് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ യഥാർത്ഥത്തിൽ പുക്കാസയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ വളരെ കക്ഷി രാഷ്ട്രീയപരമായിട്ട് മാറിയതിനൊരു നേരത്തെ ജീവൽ സാഹിത്യ പ്രസ്ഥാനമായാലും പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായാലും ദേശാഭിമാനി സ്റ്റഡി സർക്കിളായാലും ഒരു വിശാലമായിട്ടുള്ള സ്പേസ് അതിനുണ്ടായിരുന്നു. ഇപ്പം അത് പോയി എന്ന് നമുക്ക് പറയണ്ടേ? അല്ല, നമ്മൾ ലിറ്റററി ഫെസ്റ്റിവലൊക്കെ പൊതുവൊരു ഇവൻ്റ് ആണല്ലോ. ലിറ്റററി ഫെസ്റ്റിവലിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ സെലിബ്രിറ്റികളെ വിളിച്ചിരുത്തി തമാശയും പാട്ടുപാടിലൊക്കെയാണ് നടക്കുന്നത്. ഗൗരവമായിട്ടുള്ള വായന, ചിന്തകൾ തമ്മിൽ ഷെയറിങ്, അങ്ങനെയുള്ള ആലോചനകളൊക്കെ ഇന്ന് നമ്മുടെ ഇവൻറ്റുകളിൽ നടക്കുന്നത്. കാരണം ഇവൻറ്റുകളാണ്. ഇവൻറ്റുകളിൽ ആരൊക്കെ വിളിക്കുന്നു? കുറേ സെലിബ്രിറ്റി സിനിമ നടന്മാരോട് സിനിമ അഭിനയിക്കുന്ന രംഗത്ത് വിളിക്കുന്നു, അല്ലെങ്കിൽ സെലിബ്രിറ്റി വിളിക്കുന്നു, അവർ പാട്ട് പാടും, തമാശ പറയുന്നു, വളിപ്പടിക്കുന്നു, അത് കണ്ട് ചിരിക്കുന്നു, അതിനോട് ചോദ്യം ചോദിക്കുന്നു, യാതൊരു പ്രസക്തമല്ലാത്ത അഭിപ്രായങ്ങൾ പറയും. സത്യം പറയണമെങ്കിൽ വളരെ പ്രതിലോമകര അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ട് ആൾക്കാർ ആർത്തിച്ചിരിക്കുന്നു എന്നതല്ലാതെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ സംബന്ധിച്ചിടത്തോളം സംസ്കാരം ഗൗരവമായിട്ട് ഒരു ആലോചനകൾക്കും ഇടം നൽകാത്ത വിധത്തിൽ നമ്മുടെ ഇവൻറ്റുകൾ മാറിയിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങളും ഉത്തരവാദികളാണ്. മാധ്യമങ്ങൾക്ക് അതിന് നിർണായകമായി പങ്കുണ്ട്. കാര്യം ഈ രീതിയിൽ ഒരു ഫ്ലഫിയാക്കി മാറ്റിയതിൽ, ഒരു തികച്ച ഉപരിപ്ലവമായി മാറ്റിയതിൽ മാധ്യമങ്ങൾ ഒരു ഗൗരവമായ പങ്കുവഹിച്ചിട്ടുണ്ട്. കാര്യം ആ നിലയ്ക്ക് ഒരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്, മുഖ്യധാര മാധ്യമങ്ങൾക്ക്. ആ ഒരു സംസ്കാരം സാമൂഹ്യ മാധ്യമത്തിലുള്ള ഒരു രക്ഷ വന്നിട്ടുണ്ടാവുക. ശരിക്കും അതിനൊരു കറക്റ്റീവ് ഫോഴ്സാണ് മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമ സംസ്കാരം നേരിട്ട് ഉൾക്കൊണ്ട് അതുപോലെ ആവശ്യമാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വായനയ്ക്കോ വളരെ ആലോചനയ്ക്കോ ഒരു ചിന്താപര സംസ്കാരത്തിന് വലിയ ഭീഷണി വരുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എപ്പോഴും അതിജീവിക്കുക. ലോകത്തെ എല്ലാ കാലത്തും ഏത് ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഇൻ്റലക്ച്വൽ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എവിടെയും 19ാം നൂറ്റാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എമർജ് ചെയ്യുന്ന ഇൻ്റലക്ച്വൽ പാർട്ടിയാണ്. അതിന് എൻലൈറ്റ്മെൻറ്റ് വലിയ ട്രഡീഷൻ ഇൻ്റലക്ച്വൽ പാർട്ടിയാണ്. ഇൻ്റലക്ച്വൽ പാർട്ടി അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ബേസ് ഇൻ്റലക്ച്വൽ ബേസാണ്. പക്ഷേ നമുക്കെന്നറിയാം ഈ ഒരു തരത്തിലുള്ള ഒരു ഇൻ്റലക്ച്വൽ ബേസ് നഷ്ടപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള വളരെ നിർജീവവും മൃതപ്രായമായ ഫ്യൂഡൽ ആശയങ്ങൾ അതിനകത്ത് ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ദൈക്ഷണിക അടിസ്ഥാനം നഷ്ടപ്പെടുന്നത്. പാർട്ടിയുടെ ദൈക്ഷണിക അടിസ്ഥാനം നഷ്ടപ്പെടുക. ഈ സമയത്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ദൈക്ഷണികമായിട്ടുള്ള ഔന്നത്യം, അതിൻ്റെ വലിയ മഹത്തായ പാരമ്പര്യങ്ങൾ. ഞാനൊരൊറ്റ ലേഖനം, ലെനിൻ്റെ ലേഖനം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ടോൾസ്റ്റോയ് ആസ് ദ മിറർ ഓഫ് റഷ്യൻ റെവല്യൂഷൻ. ആ ലേഖനത്തിൽ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, റഷ്യയിൽ 1905-ലും 2017-ലും ഉണ്ടായ വിപ്ലവങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ടോൾസ്റ്റോയുടെ പുസ്തകങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ടോൾസ്റ്റോയ് അതിനൊരു 50-60 കൊല്ലം മുമ്പ് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് റഷ്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഭാവിയിൽ വരാൻ പോകുന്ന പ്രകമ്പനങ്ങളുടെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നാണ്. അത് അത്രത്തോളം യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ മനസ്സിലാക്കുക, എഴുത്തുകാരുടെ പ്രാധാന്യം ഏറ്റവും ശക്തമായിട്ട് ഊന്നി പറയുന്ന സംഗതിയാണത്. തീർച്ചയായും കേരളത്തിൽ EMS വലിയ സാഹിത്യ അഭിരുചിയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും അദ്ദേഹം വള്ളത്തോളിലേക്കും ആശാനിലേക്കും തകഴിയിലേക്കും റിയലിസ്റ്റ് നോവലുകളിലേക്കൊക്കെ പോയത് കേരളത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം എന്താണ്, കേരള ഭൂവുടമ ബന്ധങ്ങൾ എന്താണ്, കേരളത്തിലെ ജാതി ബന്ധങ്ങൾ എന്താണ്, കേരള ജന്മി ബന്ധങ്ങൾ എന്ന് അന്വേഷിക്കാനും അത് അന്വേഷിക്കുന്ന പകരത്തിന് സാഹിത്യ അഭിരുചി അദ്ദേഹത്തിന് വളരെ കുറവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെ അന്വേഷിക്കുന്നത് അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡേഴ്സ് ഇൻ്റലക്ച്വൽസ് ആണ്. അല്ല, അതെനിക്ക് തോന്നുന്നു ഈ കയറ് പോലും നമ്മുടെ തകഴിയുടെ കയറ് യഥാർത്ഥത്തിൽ നമ്മുടെ ബജറ്റിലടക്കം നമ്മുടെ തോമസ് ഐസക് ഉന്നയിച്ചിട്ടുണ്ട്. തോമസ് ഐസക് അത്തരം ഒരു ഇൻ്റലക്ച്വൽ പൊളിറ്റിക്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പാണ്. അവർ ഇൻ്റലക്ച്വൽ ദൈക്ഷണിക സ്വഭാവം പ്രകടിപ്പിക്കും. കാര്യം അവർക്ക് ഈ ഒരു വായനയുടെയും വിശകലനാത്മകതയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ, അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതൊരു സാധാരണ ഒരു ബൂർഷ്വാ പാർട്ടിയുടെ ലിബറൽ ബൂർഷ്വാ പാർട്ടി സ്വഭാവം അല്ല ഉള്ളത്. ഇത് എക്കാലത്തും സാർവലൗകികമായ പ്രതിഭാസമാണ്. കാര്യം ഇൻ്റലക്ച്വൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളെപ്പോഴും കാസ്ട്രോയ് സെമിനാറുകളുടെ വേദിയുടെ മുമ്പിൽ പോയിരിക്കും. നമ്മൾ കാസ്ട്രോൻ്റെ പലരും കാസ്ട്രോയെ കുറിച്ച് പങ്കുവച്ച നിരീക്ഷണം കാണാൻ പറ്റും. ജർമ്മൻ ക്രീഡൊക്കെ ഇതിനെക്കുറിച്ചുണ്ട്. പോയിരിക്കുകയും അത് മുഴുവൻ കേൾക്കുകയും അഭിപ്രായം തൻ്റെ നിരീക്ഷണം പങ്കുവയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ഇൻ്റലക്ച്വൽ ട്രഡീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രഡീഷൻ നിലനിൽക്കുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർക്കില്ല. അപ്പോൾ തിരിച്ച് അഖിലേന്ത്യാ സെക്രട്ടറിക്ക് അതൊക്കെ നമുക്ക് ഒരുപക്ഷെ മേബിയൊക്കെ ആ ട്രഡീഷൻ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ പൊതുവിൽ അത് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. കാര്യം ഇതുപോലുള്ള എന്താ പറയുക, തികച്ചും നവഫ്യൂഡൽ ബോധമുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ധാരണ വളരെ പരിമിതമായിട്ടുള്ള കുറേ ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് കാര്യം നിറയ്ക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമായിട്ട് ഒരു വർഗീയമായ സ്വഭാവമുള്ളവരാണോ ഒരു സംശയം. കാര്യം ഇസ്ലാം വിരുദ്ധത, മുസ്ലിം വിരുദ്ധത, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്യൂഡൽ ബോധ്യങ്ങൾ, ഇതുപോലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവസരങ്ങളായിട്ട് അവർ ഓരോന്നും കാണുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി വേദി ഒരുക്കുന്നതിൽ ഈ ലുംബൻസിന് വലിയ പങ്കുണ്ടെന്ന കാര്യം കൂടി. അതെ, അത് ശരിയാണ്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷത്തിന് ഈ ആഗോള പാരമ്പര്യങ്ങൾ, അഡോണോബിലെ എഴുത്തുകാർ, അങ്ങനെ യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക്, ഇപ്പം പിന്നെ ഈ ഗോർണിക്ക പോലെയുള്ള ചിത്രങ്ങൾ, സ്ക്രീം പോലെയുള്ള ചിത്രങ്ങൾ, അത്തരം ഒരു വലിയ മഹാപാരമ്പര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് അവർക്ക് ഓർക്കാൻ കഴിയാത്തത്? അല്ല, ഇന്ത്യക്കും അങ്ങനത്തെ പാരമ്പര്യം ഉണ്ടല്ലോ. ഇപ്റ്റ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ എഴുത്ത് മുൽക്ക് രാജാനന്ദ് അവിടെ സ്പെയിനിൽ പോയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. മുൽക്ക് രാജാനന്ദിൻ്റെ ട്രഡീഷൻ ഉണ്ട്. ഋത്വിക് ഘട്ടക്, നമ്മുടെ ഇന്ത്യയുടെ ആധുനികതയുടെ ചരിത്രം, ഇന്ത്യയിലെ സാഹിത്യാധുനികതയുടെയും
സിനിമയിലെ ആധുനികതയൊക്കെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ഈ വിമോചനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ വിമോചനമായി ബന്ധപ്പെട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ ദൈഷ്ണിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണോ സച്ചിമാഷ പോലുള്ള ശരിക്കും ആ പാരമ്പര്യ തുടർച്ച നിലയ്ക്കാണ് തിരുത്തൽ അഭിപ്രായം പറയുന്നത്. പക്ഷേ അതേസമയം വേറെ നമ്മൾ എഴുത്തുകാരെ കാണുന്നുണ്ട്, ഇതേ ഫ്യൂഡൽ സ്വഭാവമുള്ള സവർണർ എന്ന് വിളിക്കാവുന്ന കുറേ എഴുത്തുകാർ ഇതേപോലെ എന്തൊക്കെ മുക്കും മൂളവ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർക്കാരൻ ഒരു ചരുവിൽ ഒരാളുണ്ടല്ലോ, അല്ല നമ്മൾ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അദ്ദേഹം സമീപകാലത്ത് എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഉദാഹരണത്തിന് വേറെ നമുക്ക് ഇപ്പോൾ നമ്മൾ എൻ്റെ ശ്രദ്ധയിലും നമ്മുടെയൊക്കെ ശ്രദ്ധ വന്ന അറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ CDS ഡയറക്ടറായിരുന്ന KP കണ്ണൻ ഒരു നിരീക്ഷണം അതിദാരിദ്ര്യ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം പങ്കുവയ്ക്കുന്ന സമയത്ത് അത് ഗൗരവമായ കടവരം എന്ത് അതിദയനീയമായിട്ടൊരു എഴുത്തുകാരനാണ്, ഒരു ഭാഷ സിദ്ധിയായി കാണുന്ന ഒരു എഴുത്തുകാരൻ ഇത്തിരി സ്വന്തം ഒരു എന്താ പറയുക, എനിക്ക് എന്താ പറയുക, എന്ത് പറഞ്ഞു എനിക്കല്ല, ഒരു മനുഷ്യന് ആത്മബോധം എന്ന സാധനം ഉണ്ടാവുമല്ലോ, അങ്ങനെ പോലും ഇല്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ ഇത്രയും കാലം എഴുതിയതിൻ്റെ പ്രസക്തി ഇതുപോലെ എന്നാൽ ഇത് പ്രചരിപ്പിക്കുക, ഇത് മീമായി മാറുക, ഇതെന്തോ വലിയ കാര്യമാണെന്ന് പറയുക, ഇതിനെ പ്രചരിപ്പിക്കുക, ഇതിലെന്തോ വലിയ ഉത്സാഹം കണ്ടെത്തുക, ഇതാണ് ലോകസത്യം പ്രചരിപ്പിക്കുക, ഇത് പറഞ്ഞ് ചിരിക്കുക, ഇത് പങ്കുവയ്ക്കുക, ഇങ്ങനെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ വാസ്തുവിൽ ചെയ്യുന്ന വലതുപക്ഷ ബോധ്യങ്ങളെ പിന്തുണയ്ക്കുകയും വലതുപക്ഷ ഒരു അന്തരീക്ഷം ഉണ്ടായി കൊടുക്കുകയും ചെയ്യുന്നത്. ഈ അന്തസ്സാര ശൂന്യത വല്ലാതെ അനുഭവപ്പെടുന്നതുകൊണ്ടാണോ പലരും ഇപ്പം ഇടതുപക്ഷത്തെ പല പ്രമുഖർ ഡോക്ടർ എന്ന് സ്വയം ഇങ്ങനെ പല ഡോക്ടർമാരോട് കളിയപ്പെടുന്നത് പക്ഷേ ലീഡർഷിപ്പിൽ ഒരുപക്ഷെ അത് ഇത്തരത്തിലുള്ള ഏതോ ഒരു ശൂന്യതയുടെ അഭാവം നികത്താനുള്ള ശ്രമമായിരിക്കുമോ? അല്ല, ഡോക്ടർമാരും പ്രൊഫസർമാരൊക്കെ പക്ഷേ ഇപ്പോൾ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് എല്ലാം അവർക്കാർക്കും ഡോക്ടറേറ്റ് ബിരുദങ്ങളോ അവർക്കാർക്കും പ്രൊഫസർ ബിരുദങ്ങളില്ല. അത് ലുക്കാച്ച് ആണെങ്കിലും അത് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ആൾക്കാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഇൻ്റലക്ച്വൽസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, അക്കാഡമിക്സ് ആയിരുന്ന ആൾക്കാരും അവരൊക്കെ ഒരു സോക്രട്ടീസിനെ പോലെ മാർക്കറ്റിൽ ഫിലോസഫി പറഞ്ഞ ആൾക്കാരാണ്. മാർക്കറ്റ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് ഫിലോസഫി അല്ല, പക്ഷേ അവർ ജനങ്ങളുടെ ഫിലോസഫി ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ വലിയ ട്രഡീഷൻ ഇതുണ്ട്. ഇവരാരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhD മേടിച്ച ആൾക്കാരല്ല. അപ്പോൾ വലിയ ട്രഡീഷൻ ഉണ്ട്. പക്ഷേ ആ ട്രഡീഷനല്ല എന്ന് നിൽക്കുന്നതിനൊരു ഗൗരവമായ പ്രശ്നം, ഒരു ഗതികേടുണ്ട്. കാര്യം ഇതൊക്കെയാണ് അതൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും അതൊരു ഗുണഭോക്തൃ സംസ്കാരം, ഒരു ദൈഷ്ണിക ഗുണഭോക്തൃ ഒരു ഭോഗ സംസ്കാരം ഇതിനകത്ത് വികസിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എങ്ങനെയും ഉപജീവിച്ച് പോവുക, അതിലപ്പുറത്തേക്ക് ഒരു ദൈഷ്ണികമായ അന്വേഷണം വേണ്ട എന്ന തരത്തിൽ അത് ഞാൻ വീണ്ടും സാർ ഊന്നി പറയാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടീസിന് ഇടതുപക്ഷ സംബന്ധിച്ചോളം ഈ ദൈഷ്ണിക പാരമ്പര്യം ദൈഷ്ണികമായിട്ട് അടിസ്ഥാനം ഏറ്റവും നിർണായക മറ്റേത് രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ അതിജീവനം എന്ന് പറയുന്ന ദൈഷ്ണികമായ അടിസ്ഥാനത്തിലാണ്. സോവിയറ്റ് യൂണിയൻ തകർച്ചയിലകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോവിയറ്റ് യൂണിയൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ ഒരു വലിയ ദിമിത്രോവിനെ പോലെ ആൾക്കാരൊക്കെ ആദ്യഘട്ടത്തിൽ, അത് സ്റ്റാലിൻ്റെ ഘട്ടത്തിലും സ്റ്റാലിൻ വലിയ രീതിയിൽ ഇൻ്റലക്ച്വൽസിന് സ്റ്റാലിന് ചില വൈരുദ്ധ്യ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റാലിൻ ശക്തമായിട്ട് ചില കാര്യങ്ങളെ ഇതായിരുന്നു. പക്ഷേ സ്വന്തം നിലയ്ക്ക് ഇൻ്റലക്ച്വലാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള സ്റ്റാലിൻ. ഫൗണ്ടേഷൻ ഓഫ് ലെനിനിസം ആണെങ്കിലും ഈ പുസ്തകങ്ങളൊക്കെ സ്റ്റാലിൻ എഴുതുന്ന താൻ ഇതിൻ്റെ യഥാർത്ഥ പാരമ്പര്യം പിന്തുടരുന്ന ആളാണ്, ട്രോട്സ്കിയിലെ സ്ഥാപിക്കുക. അപ്പോൾ ഇൻ്റലക്ച്വൽ ട്രഡീഷനിൽ നിൽക്കാൻ ആഗ്രഹിച്ചാണ്. മാവോൻ്റെ മിക്കവാറും ഓൺ പ്രാക്ടീസ് ആണെങ്കിൽ ഓൺ കോൺട്രാക്ഷൻ ആണെങ്കിൽ ലോകത്ത് എല്ലാവരും ഇപ്പോഴും വായിക്കുന്നത്. അപ്പോൾ മാർക്സിസ്റ്റുകളായിട്ട് നേതാക്കൾ മുഴുവൻ ആ ഇൻ്റലക്ച്വൽ ട്രഡീഷൻ്റെ ഭാഗമാവാൻ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഗുണഭോക്തൃ വ്യവസ്ഥയ്ക്കകത്ത് ഇതൊരു ഇങ്ങനെയുള്ള ചീള് കേസുകളൊക്കെ കൊണ്ട് കാര്യം നടക്കാന്ന് പറയുന്ന ഒരു ദയനീയമായ അവസ്ഥയുണ്ട്. അത് വാസ്തവം പറയുകയാണെങ്കിൽ ഇടതുപക്ഷ അസ്ഥിവാരത്തിൽ ഇല്ലാതാക്കുന്നത് അത് ഇപ്പം അറിയില്ല, ഇപ്പോൾ തിരിച്ചറിയില്ല. ഇപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപരിപ്ലവമായ ആശയങ്ങൾ കൊണ്ടുവരുന്ന സമയം ചിലവാക്കും. പക്ഷേ ദീർഘകാലം നോക്കുന്ന സമയത്ത് ഇത് തകർച്ചയിലേക്ക്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ പറയാൻ കാരണം സോവിയറ്റിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ഈ ഇൻ്റലക്ച്വലിസം അന്നത്തെ CPS നഷ്ടപ്പെട്ടിരുന്നു. ആ ഇൻ്റലക്ച്വൽ ട്രഡീഷൻ തകർന്നു പോയി. ആ തകർച്ച CPS ബാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻ്റലക്ച്വൽ ട്രഡീഷനും അതിൻ്റെ ഒരു അന്വേഷണങ്ങളൊക്കെ തന്നെ തിരിച്ചടിയാവുമെന്ന് പറയും. ഇതിൻ്റെ അസ്ഥിവാരമാണ് ഇല്ല, അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ഇല്ലാതായിരിക്കുന്നത്. അപ്പോൾ ഇൻ്റലക്ച്വൽ ട്രഡീഷനോട് എന്ന് പറയുന്നത് രൂക്ഷമായിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ നോക്കുന്നത് ഈ മാർഷൽ ഇൻ്റലക്ച്വൽസ് ലിബറൽ ഇൻ്റലക്ച്വൽ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സംവാദത്തിന് സ്കോപ്പ് കൊടുക്കുന്നുണ്ട്. സംവാദത്തിനകത്ത് അല്ലാണ്ട് ഇതുപോലെ പരിഹസിക്കുക, ഈ ചീള അഭിപ്രായങ്ങൾ പറയുക എന്നല്ല ചെയ്യുന്നത്. എന്താണ് അവർ പറഞ്ഞു നോക്കി അതിനൊരു മാർക്സ് പുഷ് എടുക്കാൻ ശ്രമിക്കും. പക്ഷേ അത് നമ്മളിവിടെ കേരളത്തിൽ കാണുന്നുണ്ടോ? ഇന്ത്യയിൽ എനിക്കൊരു സീതാറാം യെച്ചൂരി പോലെ ആൾ ശ്രമിച്ചിരുന്ന മുഴുവനാണ്. അദ്ദേഹത്തിന് ആ ഇൻ്റലക്ച്വൽ ട്രഡീഷനെ കൊണ്ടുപോകാൻ ശ്രമിച്ച അവസാനത്തെ ഒരു ആളെന്ന് പറയുന്നത് സീതാറാം യെച്ചൂരിയാണ്. പക്ഷേ ഇന്ന് പുതിയ ലീഡർഷിപ്പിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് ഉണ്ടാകുന്ന ഈ ചർച്ചകൾ സാംസ്കാരികമായിട്ടുള്ള ഇടതുപക്ഷ പാരമ്പര്യങ്ങളെക്കുറിച്ചൊരു ഓർമ്മ പുതുക്കൽ കൂടിയാവുന്നത് ഒരു പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്ന് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. കാരണം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം എന്ത്, അതിൻ്റെ ശക്തി എന്ത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില അനുഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.